ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലിൻ്റെ മാവ് ഇതാ ഗോതമ്പ് പൊടിയാണ്, വീറ്റ് ഫ്ലോർ. അത് കുറച്ചെടുക്കട്ടെ. ഇതൊന്ന് കുഴച്ചെടുക്കട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഗോതമ്പ് പൊടിയും കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കണം, നല്ലതാണ്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചിടാറുണ്ടോ പഴവും തേങ്ങയും ശർക്കരയും വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഏലക്കായും ജീരകവും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് വഴറ്റിയത്. ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഇലയല്ലേ, ഇടനേല അല്ലെങ്കിൽ വഴനേല എന്നൊക്കെ പറയും. അപ്പോൾ ഇതിലാട്ടോ ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ ഇലയൊക്കെ തുടച്ച് വെച്ചതാണ്. ഇതിലങ്ങ് പരത്തുക. ഇതും ഒരു ടൈപ്പിലുള്ള ഒരു ഇലയടയാണെന്ന് തന്നെ പറയാം അല്ലേ. മറ്റേ അടയേനേക്കാളും ഇത് നല്ല ഹെൽത്തി ആണ്. പഴമൊക്കെ മിക്സ് ചെയ്യുമ്പോഴേ പിള്ളേർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് വരുവേ. പിള്ളേർക്കൊക്കെ മക്കൾക്ക് പഴമൊന്നും ഇഷ്ടമല്ലാണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കഴിച്ചോളൂ, നന്നായിട്ട് കഴിച്ചോളുവേ. ശർക്കരയും തേങ്ങയൊക്കെയും കൂടെ ആഡ് ചെയ്യുന്നത്. ഏത്തപ്പഴമോ ചെറുകാപ്പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറുകാപ്പഴം എടുത്തേക്കണം. ഏത്തപ്പഴം ഇങ്ങനെ ചെയ്യാം. ഏത്തപ്പഴമൊക്കെ തിന്നാത്ത പിള്ളേരൊക്കെ കാണില്ലേ, ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം, കഴിച്ചോളും.